ഭാരപ്പെട്ട പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുമല ജംഗ്ഷനിലാണ്. തിരുമല ഒരു പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കടന്നു വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ, അതായത് അതായത് ദേവിമ BJPയും മറ്റേ മഞ്ജുള ദേവി കോൺഗ്രസും മറ്റേ ഏതോ ഒരു ശിവജി എങ്ങണ്ട അയാൾ LDF, ഈ 3 പാർട്ടിയും തഥൈവ കണക്ക് തന്നെ. അതായത് ഇനി ആദ്യം ഇടതുവശം തൊട്ട് തുടങ്ങും. അതായത് കഴിവതും ഇവർക്ക് വോട്ട് ചെയ്യല്ലേ എന്ന് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും വോട്ട് പ്രചരിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഓപ്പോസിറ്റാണ്. CPM വോട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ലവ്ലിൻ കേസും മറ്റു കാര്യങ്ങളും അഴിമതി കൊണ്ട് തുടങ്ങിയിരിക്കും. ഇനി അതിന് കൂടുതൽ അഴിമതിയാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കോൺഗ്രസ്സിന് എന്ന് മാത്രമല്ല, അയാൾ രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വറിനും എതിരായിട്ട് എന്തൊക്കെ നീക്കങ്ങൾ നടത്തുന്നുവെന്നും, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എന്തുമാത്രം എതിരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 2, കോൺഗ്രസിനെ വിജയിപ്പിച്ചാലുള്ള ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ തീർച്ചയായിട്ടും കൊടുക്കാൻ വേണ്ടി, ഇന്ത്യ വിൽക്കാൻ വേണ്ടി നടക്കുന്നതാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജി തൊട്ട് ഇങ്ങോട്ട് തുടങ്ങും. പാകിസ്ഥാൻ വിഭജനം തൊട്ട് ഒരുപാട് ഉടായ്പകൾ. സംഗതി ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയൊക്കെ തന്നെ, പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് പറയാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഇനി ദേവമ്മയ്ക്ക് വോട്ട് ചെയ്താലുള്ള ദോഷം എന്താണ്? വേറെ കുഴപ്പമൊന്നുമില്ല. ദേവമ്മ ഒരു കാര്യം ഓർക്കണമേ, ഈ സ്ഥാനാർത്ഥികളോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമല്ല കേട്ടോ, പക്ഷെ അവരെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോട് വിരോധമുണ്ട്. ഇനി BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യ പള്ളി പൊളിക്കുക എന്നുള്ളതാണ്, അതായത് ചർച്ചകളെ പൊളിക്കുക എന്നുള്ളതാണ് അവരുടെ എന്താണ് പിന്നെ അവരെ എടുത്തേക്കുന്ന PhD ഡോക്ടറേറ്റ്. അപ്പം ഈ 3 പാർട്ടികൾക്കും ധാരാളം വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഈ 3 പാർട്ടികൾക്ക് വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതെങ്കിലും അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈയടത്തുന്നില്ല. ഇനി കുറച്ച് നേരം ഇംഗ്ലീഷ് പറയട്ടെ, കാരണം അത് കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല കേൾക്കുന്നത്. Here I am showing the photos of 3 parties. One is LDF, another is UDF, and another is BJP. Nowadays, Pinarayi Vijayan and his fellow workers are doing lot of maladministrations and also some evil things, some evil works. At the same time, the Congress peoples are trying to destroy our nation by means of Islam terrorism and supporting Islamists and jihadis. And also BJP leaders are trying to destroy the churches in North India. If possible, do not vote to these kinds of persons. I have no personal hatred towards these persons, but I am resisting their parties which they are representing. Pulling down strongholds for Bethany and Galvati. Billion Lord Jesus Christ and your family be saved. മറ്റൊരുത്തൻ രക്ഷയില്ലെന്ന രക്ഷകപ്പൻ ആകാശങ്ങൾ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊന്നുമല്ല. There is salvation in none. There is no name given among men under heaven whereby we must be saved. If a person believes and is baptized, he shall be saved. Believe it not, shall be condemned. So come to our pulling down stones, our one Lord and Savior Jesus Christ, and be saved. Pulling down. See you later.